2008 റിലീസായി 7 സീസണുകളിലായി 151 എപ്പിസോഡിലൊരു മിസ്റ്ററി സീരീസാണ് ദ മെൻ്റലിസ്റ്റ്. മരണപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് അവകാശപ്പെടുന്നവരെയാണ് സൈക്കിക്സ് എന്ന് വിളിക്കുന്നത്. സ്വയം സൈക്കിക്കായി നടന്നിരുന്ന പാട്രിക് ജെയിൻ എന്നയാൾ പിന്നീട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതെല്ലാം ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലി ഉപേക്ഷിക്കുന്നു. അതെല്ലാം കേവലം നിരീക്ഷണ പാഠവും അല്പം സയൻസും ഗസ്സിങ്ങുമാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. ശേഷം തൻ്റെ ഈ കഴിവുകൾ കൊണ്ട് ക്രിമിനലുകളെ പിടിക്കാൻ കാലിഫോർണിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBIയിൽ ഒരു കൺസൾട്ടൻ്റായി ചേരുന്നു. CBI എന്നാൽ കാലിഫോർണിയയിലെ ഏറ്റവും പ്രയോറിറ്റിയുള്ള കേസുകൾ മാത്രം അന്വേഷിക്കുന്ന ഏജൻസിയാണ്, പ്രധാനമായും കൊലപാതകങ്ങൾ. ഇനി പാട്രിക് ജെയിനെ കുറിച്ച് പറയാം. അസാമാന്യ നിരീക്ഷണ പാഠവും ആളുകളുടെ ബിഹേവിയർ അനലൈസ് ചെയ്യാനുള്ള കഴിവും കൂടെ തൻ്റെ വാക്ചാതുര്യം കൂടി ചേരുമ്പോൾ ജെയിൻ ഒരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനായി മറ്റുള്ളവർക്ക് തോന്നും. എന്നാൽ ഇത് മാത്രമല്ല ജെയിൻ എന്ന് പോകെ മനസ്സിലാവും. ഒരു പ്രത്യേക കാരണം കൊണ്ട് തന്നെയാണ് ജെയിൻ തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് CBIയിൽ ജോയിൻ ചെയ്തത്. അതെന്താണെന്ന് ആദ്യ എപ്പിസോഡിൽ മനസ്സിലാകുമെങ്കിലും ഞാൻ പറയുന്നില്ല. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, ചുറ്റുമുള്ളവരെ വിഡ്ഢികളാക്കിയും ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തും കേസ് തെളിയിക്കുക, എപ്പോഴും നുണ മാത്രം പറയുക എന്നതൊക്കെയാണ് ജെയിൻ്റെ ഒരു രീതി. ഈ രീതി കൊണ്ട് തന്നെ ജെയിൻ ടീമിന് ഒരു തലവേദനയാണ്. പ്രധാനമായും ടീം ലീഡർ ഏജന്റ് ലിസ്ബൺ. അവരാണ് ടീമിൻ്റെ നട്ടെല്ല്. എന്നാൽ അവർ ജെയിൻ്റെ തെറ്റായ രീതികൾ എല്ലാം ക്ഷമിക്കാനുള്ള കാരണവും ജെയിൻ തന്നെയാണ്. അവർ പറയുന്നത് പോലെ ഹീ ക്ലോസസ് കേസസ്, അതായത് ജെയിൻ കേസ് ക്ലോസ് ചെയ്യാൻ മിടുക്കനാണ്. അതിൻ്റെ അഹങ്കാരവും അയാൾക്കുണ്ട്. മാത്രമല്ല ജെയിൻ ഒരു ഏജൻ്റല്ല, കൺസൾട്ടൻറ്റ് മാത്രമാണ് എന്നതും ജെയിൻ്റെ ഈ കൂസലില്ലാത്ത പെരുമാറ്റത്തിന് കാരണമാണ്. ഇനി ടീമിലെ മറ്റുള്ളവരെ പരിചയപ്പെടാം. ലിസ്ബൺ കൂടാതെ ഏജന്റ് ഷോ, ഏജന്റ് റിക്സ്ബി, ഏജന്റ് വാൻപെൽട്ട് എന്നിവർ അടങ്ങുന്നതാണ് ടീം. ഇതിൽ ഏജന്റ് ഷോ ആണ് ചോദ്യം ചെയ്യൽ എക്സ്പേർട്ട്. അയാളുടെ ഇൻ്ററഗേഷൻ സീനുകളെല്ലാം കാണാൻ തന്നെ നല്ല രസമാണ്. ഇവർ പ്രധാനമായും ചെയ്യുന്നത് ലോക്കൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ്. ലോക്കൽ പോലീസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ ഇവർ ഏറ്റെടുക്കും. കൊലപാതകങ്ങളാണ് കൂടുതലും. ഓരോ എപ്പിസോഡും ഓരോ കേസ് എന്ന ഫോർമാറ്റിലാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ്, ഹൗസ് MD ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഫോർമാറ്റ് പെട്ടെന്ന് മനസ്സിലാവും. എങ്കിലും സീരീസ് മൊത്തത്തിൽ ഒരു കഥ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനാൽ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതല്ല. ഓരോ എപ്പിസോഡ് ഓരോ കേസ് എന്നതിനാൽ ഒട്ടും ബോറടി ഇല്ലാതെ കാണാം. ഒരു എപ്പിസോഡ് 45 മിനിറ്റേ ഉള്ളൂ. അതിനാൽ സീസൺ തീരുന്നതൊന്നും അറിയില്ല. പിന്നെ കുറേ ക്രൈം ത്രില്ലേഴ്സ് കണ്ടതുകൊണ്ട് എനിക്ക് സീരീസിൻ്റെ പൊതുവെയുള്ള ചില കാര്യങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമല്ല. പ്രധാനമായും സീരീസ് ഫോളോ ചെയ്യുന്നത് പാട്രിക് ജെയിനെ തന്നെയാണ്. അയാളാണെങ്കിൽ കേസ് തെളിയിക്കുന്നത് കൂടുതലും ആൾക്കാരുടെ പെരുമാറ്റവും അവർ നുണ പറയുന്നത് ബോഡി ലാംഗ്വേജ് വെച്ച് മനസ്സിലാക്കിയും ഇടയ്ക്കിടെ ആരും കാണാതെ ഹിപ്നോട്ടിസം ഒക്കെ ഉപയോഗിച്ചാണ്. എൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഫോറൻസിക് എവിഡൻസും ക്രൈം സീൻ അനാലിസിസും ഒക്കെയാണ്. പിന്നെ ഒരു കാര്യം, ഇതിലെ കുറ്റവാളി മിക്കപ്പോഴും കൊല്ലപ്പെട്ട ആളുമായി ബന്ധമുള്ള ആൾ തന്നെയാവും. എങ്കിലും അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകന് കണ്ടുപിടിക്കാനും കഴിയില്ല. അതായത് പെട്ടെന്ന് ഇതുവരെ കാണാത്ത ആളാണ് കൊലപാതകം ചെയ്തത് എന്നൊന്നും വരില്ല. അത് പ്രേക്ഷകനും അന്വേഷണത്തിൽ പങ്കാളിയാവാൻ സഹായിക്കുന്നുണ്ട്. ജെയിനിൻ്റെ രീതിയിൽ ഒരിക്കലും ഷെർലോക്ക് ലെവൽ ഒബ്സർവേഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അത്ര ഫാസ്റ്റുമല്ല. അതിനാൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനും. സീരീസ് മുഴുവൻ കൊണ്ടുപോകുന്നത് പാട്രിക് ജെയിൻ എന്ന കഥാപാത്രം തന്നെയാണ്. സൈമൺ ബേക്കറുടെ ചാമിങ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കാരണം എന്തൊക്കെ ചെയ്താലും നമുക്ക് ജെയിൻ്റെ പേഴ്സണാലിറ്റിയോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. ഒരു പ്ലേഫുൾ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സീരീസ് മൊത്തം ഒരു ലൈറ്റ് മൂഡ് നിലനിർത്താനും അതേസമയം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നല്ല ത്രില്ല് തരാനും കഴിയുന്നുണ്ട്. ഒരു സീസണിൽ 23 എപ്പിസോഡ് ഉണ്ടാവുമെങ്കിലും ചുമ്മാ ഡെയിലി 2 എപ്പിസോഡ് വെച്ച് കണ്ടു തീർക്കാവുന്ന ഒന്നാണിത്. മിസ്റ്ററി ത്രില്ലർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ബിഞ്ച് വാച്ച് ചെയ്യാനുള്ള എല്ലാം സീരീസിലുണ്ട്. മറ്റൊരു നല്ല കാര്യമായി തോന്നിയത് ഇത് 100% ഫാമിലിയായി കാണാവുന്ന ഒരു സീരീസാണ് എന്നതാണ്. ക്രൈം ത്രില്ലേഴ്സിന് അതൊരു പോരായ്മയായി എനിക്ക് തോന്നാറുണ്ടെങ്കിലും പലർക്കും സീരീസ് കാണാൻ ഇത് സഹായകരമാവും. ഒരുപാട് എപ്പിസോഡ് ഉണ്ടെന്ന് കരുതി മാറ്റിവെക്കേണ്ട. മറ്റ് സീരീസുകൾ കാണുന്നവർക്കും ഇതുകൂടി കാണാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ കഥകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല അനുഭവം തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.